കഴിഞ്ഞ ദിവസങ്ങളിൽ CPM പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ എന്തായാലും മഴ തുറന്നിട്ട് മരം പെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയും പോലെയാണ്. ചില ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസ്സായി ബന്ധമുണ്ടായിരുന്ന ആളുകളെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വി.ഡി. സതീശനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. എന്തൊരു ബഹളമായിരുന്നു. അതിന് കൃത്യമായി വി.ഡി. സതീശൻ മറുപടി പറഞ്ഞു, എനിക്കിവരെ അറിയാം, സഹാക്കന്മാരെ പോലെ എനിക്ക് അറിഞ്ഞൂടാന്നും പറഞ്ഞു, എനിക്കിവരെ അറിയാം. ഇവരെ നേരത്തെ ഒരു മർദ്ദനമേറ്റ പോലീസ് മർദ്ദനമേറ്റ സംഭവമായി ബന്ധപ്പെട്ട് ഞാനവരെ സന്ദർശിച്ചിരുന്നു, എനിക്കിവരെ അറിയാം, ഞാൻ പല സന്ദർഭങ്ങളെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇവർക്ക് മയക്കുമരുന്ന് എത്തണമെന്നും അറിഞ്ഞുകൂടെയായിരുന്നു. അതിന് നിയമം അനുസരിച്ച് അവരെ വെറുതെ ഒന്നും വിട്ടില്ല, എല്ലാത്തിനും തൂക്കിയെടുത്ത് അകത്താക്കിയിട്ടുണ്ട്. പരമാവധി ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ, ഇവർക്ക് വിദേശ ബന്ധമുണ്ടെങ്കിൽ അതും കൂടെ കണ്ടുപിടിക്കാനുള്ള എല്ലാ നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സഹാക്കൾ ഇപ്പോഴും ബഹളം വയ്ക്കണം. ഇപ്പോഴും പറയാണ് വി.ഡി. സതീശൻ, അതും ദേശാഭിമാനി തലക്കെട്ട് വന്ന് സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മയക്കുമരുന്ന് സംഘം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ്. അത് M.V. ഗോവിന്ദനായിരുന്നു അത്തരത്തിലൊരു. അതെ. ഏതായാലും സഹാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ അഭിമാനകരമായൊരു ദിവസമാണ് ഇന്നുള്ളത്. തൊടുപുഴയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവിനെ MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും അടക്കമുള്ള മയക്കുമരുന്നുകളോട് കൂടി ഇന്ന് പോലീസ് പിടികൂടി. അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ ലഹരി വിരുദ്ധ സഖാവ്, രാത്രിയിൽ ലഹരി കച്ചവടം. തൊടുപുഴയെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം ഒരു വലിയ മാർച്ച് നടത്തിയെന്നാണ് ഈ ലഹരി വിരുദ്ധം. ഭയങ്കര പ്രസംഗമായിരുന്നു. ലഹരി എന്നുള്ള നമ്മുടെ സമൂഹത്തെ യുവതലമുറ നശിപ്പിക്കുന്നതിനൊക്കെ അദ്ദേഹം ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത്. ഈ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞൊരു സിനിമ ചേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല? അതിനകത്ത് ജഗദീഷിന്റെ കഥാപാത്രമുണ്ട്, ടൈലർ മണി. അതെ. ഈ സ്വന്തം സ്വന്തമായിട്ട് കൊലപാതകം നടത്തിയിട്ട് പിന്നീട് അതിന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാകുന്ന ഒരു കഥാപാത്രം. ഇവിടെ ടൈലർ മണിയുടെ സഖാവ് വേർഷൻ. നിങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. നമ്മളെ നാട്ടിൽ പണ്ട് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. പിന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ശക്തം പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടക്കും. അവസാനം പോലീസ് പിടിക്കുന്ന ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ചെയർമാന ജനറൽ കൺവീനർ ആയിരിക്കും പൊക്കുന്നത്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഏക സഹാക്കന്മാരാണ് ഇപ്പം പിടിയില്ല. ഇയാളെ കൂട്ടുപ്രതികളും മറ്റു സഹാക്കന്മാരും ഉണ്ടായിരുന്നു. ഇയാൾ നമ്മൾ ഈ പറഞ്ഞ പ്രധാന നേതാവിന്റെ പേര് TS ഷിയാസ് എന്നാണ് പേര്. അത് കൂടാണ്ട് ആഷിഖ്, നിഹാൻ, അർഷിദ് ഇങ്ങനെ ഒരു ബാക്കി 3 പേരും കൂടി ഇയാളുടെ കൂടെ പിടിയിലായിട്ടുണ്ട്. ഇയാൾ DYFIയുടെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണല്ലോ. ആണ് തെക്കുംഭാഗം മേഖലാ സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി അംഗം. ഇതാണ് ഇയാളുടെ ചുമതല. ഇയാൾ രസകരമായ കാര്യം, നേരത്തെ ഇയാളെ ഏതാണ്ട് ഇതുപോലത്തെ ഒരു കേസിൽ പൊക്കിയിട്ടുണ്ട് പോലീസ്. അന്ന് പാർട്ടി ഇയാളെ ഒരു നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി എടുത്തു, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി. അതിനുശേഷം മാന്യനായി എന്നായിരുന്നു നടിപ്പ്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഖാവ് മയക്കുമരുന്ന് കച്ചവടക്കാരനാവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമാന്തര സാമ്പത്തിക സംവിധാനം സഹാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മയക്കുമരുന്ന് കച്ചവടമാണ്. നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെട്ട് അവർ പ്രചരിപ്പിച്ച ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഉയർത്തിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഈ DYFI ഉൾപ്പെടെ നടത്തിയിരുന്നു. അന്ന് DYFIയുടെ പല നേതാക്കളും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ബന്ധം, അങ്ങനെയാണ് DYFI ലഹരിക്കെതിരെ പോരാടുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രചാരണം. ഞങ്ങളല്ലാതെ ആരുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അവർ ആത്മാർത്ഥതയോടെ അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രയും ലഹരി ഒഴുക്ക് ഈ കേരളത്തിൽ. ഈ വിദ്വാന് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അതിന്റെ പോസ്റ്റർ കണ്ടില്ലേ? അദ്ദേഹം നയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം നയിക്കുകയാണ് ഉണ്ണിന്നുണ്ട് അടിവാൾ ചുറ്റി നക്ഷത്രമൊക്കെ ബാക്കിൽ വെച്ചിട്ട്. ഏതായാലും സംഗതി ഗംഭീരമാവുന്നുണ്ട്. ഈ CPM എന്നുള്ള പ്രസ്ഥാനം ഒരു ഉടായ്പ പ്രസ്ഥാനമാണെന്നുള്ളത് നാട്ടുകാർ മുമ്പ് ഇവർ സ്വയം തെളിയിക്കുകയാണ്. ഇനി ഇവർ നാളെ ആ പാർട്ടിയിൽ എത്രയോ നല്ല മനുഷ്യരുണ്ടെന്നറിയാം. ആ മനുഷ്യരെയും ജനങ്ങൾ ഇനി കള്ളന്മാരെ കണ്ണിലൂടെ നോക്കി കാണുള്ളൂ. ഇതുപോലെ പകല് മയക്കുമരുന്ന് വിരുദ്ധ പ്രസംഗം, രാത്രി ഈ ലഹരി കച്ചവടവും. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രീതി ഇത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പറയുന്നത് പോലെ ഒരു കോൺഗ്രസിന്റെ ഒരു അണിയോ അല്ലെങ്കിൽ അങ്ങനെ ആരും തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക, ഒരു പോസ്റ്റ് ഇടുകയോ എങ്ങും തന്നെ എവിടെയും കണ്ടിരുന്നില്ല. മാത്രമല്ല വി.ഡി. സതീശൻ പറഞ്ഞു എനിക്കയാളെ അറിയാമെന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല നേതൃത്വം കൊടുക്കുന്ന ചെന്നിത്തല അദ്ദേഹം പറഞ്ഞു ആരായാലും അതിന് നടപടി ഉണ്ടാകും, അതിലൊരു മാറ്റം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്. ഇവർ സമരം ചെയ്യേണ്ടതിനാണെന്നറിയാമോ? അയാളെ പിടിച്ചില്ലെങ്കിൽ സമരം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ മീഡിയ കോർഡിനേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയതുകൊണ്ട് അവനെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ സമരം ചെയ്യണം. ഇത് പിന്നെ അങ്ങനെ ബന്ധം പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അയാൾ പിടിച്ച് അകത്തിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും നോക്കേണ്ടത്. നേരെ തിരിച്ച് പിണറായി വിജയനായിരുന്നെങ്കിലോ എന്ത് പറഞ്ഞാൽ അനക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും അനക്കറിയില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനോ അനക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇഷ്ടപ്പെട്ട വാക്കതാണല്ലോ. അതിലൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ മുൻ MLA-യുടെ മകനെ ഇതുപോലെ കഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോൾ അത്തരത്തിൽ CPM ന്യായീകരിക്കാനാണ് അവിടെ ശ്രമിച്ചത്. ന്യായീകരിച്ചത് മാത്രമല്ല, പിടിച്ച CA സ്ഥലം മാറ്റി. അതെ, അങ്ങനെ പെരുമാറിയ ആളുകളാണ് ലഹരി വിരുദ്ധ ഇതിനു വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തമാശയായിട്ട്. ആലപ്പുഴ ജില്ലയിലെ വലിയൊരു നേതാവിൻ്റെ ഒരു ലോഡാണ് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ.
അത് ചോദിച്ചെന്താണ് നേതാവ് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, എനിക്ക് ലോറിയുണ്ട്, അത് പലരും കൊണ്ടുപോകും, അത് ഏത് സാധനം കയറണമെന്ന് എനിക്ക് അറിഞ്ഞു. മാത്രമല്ല നമ്മളൊന്ന് ഗൂഗിളിൽ നമ്മളിത് വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പുറകോട്ട് പോകണം. ഓരോ വാർത്തയും നമ്മൾ എടുത്തു കഴിയുമ്പോൾ മയക്കുമരുന്നുമായി ഡിവൈഎഫ്ഐ നേതാവ് പിടിയിൽ, കഞ്ചാവുമായി പിടിയിൽ, ഇങ്ങനെ ഒരു 10 വാർത്ത എന്തായാലും നമുക്കൊരു നിമിഷ നേരങ്ങൾ കൊണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി വളർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. കാരണം വലിയ ബുദ്ധിമുട്ടില്ല, ഈ സാധനം കടത്തിയാൽ മതി. പോലീസുകാരെ വന്നാൽ പോലീസുകാരനെ കുത്തനെ പിടിക്കാം. അന്ന് പിണറായിയാണ് മുഖ്യമന്ത്രി, ഞാൻ കണ്ടില്ല പോലീസ് ജീപ്പിന് വന്ന് അടുത്ത് വന്ന് DFIക്കാർ ചീത്ത വിളിക്കുകയാണ്, SI ഇതിനെ ശരിയായി കളയുന്നൊക്കെ പറഞ്ഞതാണ് SI. അതാണ് അവസ്ഥ. അപ്പോൾ ആരും പിടിക്കില്ല, കൊണ്ടേ വിൽക്കാം. കാരണം ഇവർക്കിപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടത്തെ മറ്റേ ബീഡിയും കട്ടൻ ചായയും പരിപ്പോടെയൊന്നും അല്ല. ഇവർക്ക് വില കൂടിയ ഹാഫ് ഷൂ ഒക്കെയാണ് ഇപ്പോൾ ധരിക്കുന്നത്. വില കൂടിയ മുണ്ട്, കഞ്ഞി ഒഴിഞ്ഞ് ഇങ്ങനെ വടി വിലയാക്കിയ കസവ് വെച്ച മുണ്ട്, അതുപോലത്തെ വില കൂടിയ ബ്രാൻഡഡ് ഷർട്ട്, ഇതൊക്കെ ധരിച്ച് നടക്കണ്ടേ? പിന്നെ സഞ്ചരിക്കാൻ ഇന്നോവ ക്രിസ്റ്റ വേണം, എല്ലാം വേണം. ഇതിനേക്കാളെല്ലാം ചോദ്യം ഈ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടിച്ചപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ധാർമ്മിക രോഷം ഉണ്ടല്ലോ. അപ്പൊ സ്വന്തം സഖാവിനെ പിടിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണല്ലോ. ഇന്ന് പാർട്ടി എന്ന് പറയും ഞങ്ങൾ പണ്ട് അവൻ്റെ നടപടി എടുത്തിട്ടുള്ളതാണ്, അവന് തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ ഞങ്ങൾ അവനെ സ്വീകരിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവനെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ പുറത്താക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊന്നും തീരുമാനം ഉണ്ടാവും. പക്ഷേ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. ഇത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ഇയാൾക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞ് പാർട്ടി നടപടി എടുത്തതിന് ശേഷം അയാൾ തിരിച്ച് ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അയാളെ വീട് സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞാലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത് കേട്ടുകളില്ലാത്ത കാര്യമായിരുന്നു. പണ്ട് ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നിസ്സാര അയാളെ മേലെ എന്തെങ്കിലും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ദുഷ്പേരുണ്ടെങ്കിൽ അയാൾ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു. ഒരക്കാര്യത്തിൽ ഒരു പാർട്ടി പദവികളിലൊന്നും അടുപ്പിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും സംഭവിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിച്ച എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാളാണ്. അദ്ദേഹം തൃശ്ശൂരിൽ ഈ NGO യൂണിയൻ്റെ ഒരു സജീവ പ്രവർത്തന നേതാവൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ എന്നോ ഒരിക്കൽ ഈ 70കളിലോ മറ്റോ എപ്പോഴോ അദ്ദേഹത്തെ സംസ്ഥാന ഭാരവാഹത്തിലേക്ക് എടുക്കാണെന്ന ഒരു ആലോചന വന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പാർട്ടി തല അന്വേഷണമാണ്. അന്വേഷണത്തിൽ മനസ്സിലായത് ഇദ്ദേഹം ഇതിനൊരു 10 വർഷം മുമ്പോ മറ്റോ ഇവരുടെ നേതൃയോഗത്തിൽ വെച്ച് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഭാരവാഹിയാക്കേണ്ടതില്ല എന്നാണ്. അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ശരിയായ രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. വിമർശിച്ചതല്ല പ്രശ്നം, വിമർശിച്ചത് ശരിയായ രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പേരുള്ള കുറ്റം. അങ്ങനെയുള്ള അത്രയും സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കണം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. അത് എത്രമാത്രം അവർ ആത്തപ്പതിച്ചു നമ്മൾ ആലോചിച്ചു. ഒരു പ്രസ്ഥാനം 10 വർഷം കണ്ടി പിണറായി വിജയനും സംഘവും ഈ നശിപ്പിക്കായിരുന്നു ഈ പാർട്ടി. ശരിക്കും അത് നമ്മൾ ഓർക്കണം, 10,000-ഓടടുത്തു ഈ ഇത്തരം ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷൻ തുഫാന് ശേഷം അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണം. മാത്രമല്ല ഇവരെ കിടത്തായപ്പോൾ ജയിലില്ലെന്ന് പറയുന്നു. ജയിലിൽ സ്ഥലമില്ല, ഒരു ജയിലിലും സ്ഥലമില്ല. 1000-കണക്കിന് ആളെ പിടിച്ചുകൊണ്ട് വരേണ്ടത് ഇവിടെ കൊണ്ടേ കിടത്തും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു വലിയ സാമ്പത്തിക ശക്തിയായി ഇവർ മാറിക്കഴിഞ്ഞിരുന്നു. ഇനിയും ശരിക്കും പറഞ്ഞാൽ എത്രയോ 1000-കണക്കിന് ആളുകൾ ഇപ്പോഴും ഇന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീ അവരുടെ മകനെയൊക്കെ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് പിടിച്ചത് ഒരു അമ്മയും അവരുടെ മകളെയും മകളുടെ ആൺ സുഹൃത്തിനെ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം പിടിച്ച് പാലക്കാട്ട് ഇതുപോലെ. അല്ല, ഇതിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം CPM ഇതുവരെ തൊട്ട് മുമ്പ് കാണിച്ച ഈ ആത്മാർത്ഥത അവരൊരു 10 വർഷത്തിനുള്ളിൽ അവരത് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇത്ര ഒരു ഇന്ന് DFIയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ ആരംഭിക്കുന്ന അതേ ദിവസമാണ് ഈ DFIയുടെ നേതാവിനെ ഈ മയക്കുമരുന്ന് പിടിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ വലിയ നേതാക്കന്മാരൊക്കെ വന്ന് വലിയ വാഗ്ദാനങ്ങളോ ആഹ്വാനങ്ങളോ നടത്തുമ്പോൾ അവർ അക്കാര്യം അവിടെ പരാമർശിക്കണം. അല്ലെങ്കിൽ ഒരു സഹാവെങ്കിലും എണീറ്റ് നട്ടലുള്ള ഉണ്ടെങ്കിൽ അവിടെ പരാമർശിക്കണം. നമ്മളെ തൊടുപുഴയിൽ നമ്മുടെ സഹാവ് ഇന്ന് MDMA പിന്നെ സഹിതം പോലീസ് പിടിച്ചിരിക്കുകയാണെന്നുള്ള വിഷയം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യില്ല. അവർ ആഗോള വിഷയം, താത്വിക പ്രശ്നങ്ങൾ, ട്രംപിനെതിരായിട്ടുള്ള ചില ഭീഷണികൾ, ട്രംപിനെ വെറുതെ വിടില്ല, അതൊക്കെ സംഭവിക്കാൻ പോകണം. അതല്ലാതെ ഇവിടുത്തെ ഒരു കാര്യം സംഭവിക്കില്ല. ഇത് മോദി കുറേ ചീത്തൊളിക്കും, ഇത്ര സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഇത് നിങ്ങളെ മയക്കുമരുന്ന് പിടിച്ചാൽ ഓഹോ, ഞങ്ങളെ പിടിച്ച ആഹാ എന്ന് നമ്മൾ പറയുന്ന ആ തത്വം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവരുടെ രീതി. അതൊന്നും അവർക്ക് ബാധകമല്ല. വല്ലവനും സംഭവിച്ചാൽ അത് ആഹാ തന്നെയാണ്. നമുക്ക് സംഭവിക്കുമ്പോൾ അത് വേണ്ട. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യല് ഈ DFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഈ ഒരു വിഷയം പോലും ചർച്ച ചെയ്യല്. ശരിക്കും അവർ ചർച്ച ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ യുവതലമുറ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഈ ഒരു മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ DFI ചെയ്യേണ്ടത് അവർക്ക് സർക്കാർ പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്. നമ്മളീ പറയുമ്പോഴും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടിച്ചതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ മാത്രമായി കുറ്റപ്പെടുത്തുകയോ അല്ല പറയുന്നത്. CPMന്റെ ഈ ഇരട്ടത്താപ്പ്, ഈ ആത്മാർത്ഥം ഇല്ലായ്മയാണ് നമ്മൾ ചോദിക്കുന്നത്.